സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം കൂടുന്നു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു റിപ്പോർട്ടിലേക്ക് കൂടി പോകാം. സംസ്ഥാനത്ത് കനത്ത ചൂടിൽ സർവ്വകാല റെക്കോർഡുകളും ഭേദിച്ചിരിക്കുകയാണ് വൈദ്യുതി ഉപഭോഗം. 116.11 ദശലക്ഷം യൂണിറ്റാണ് വെള്ളിയാഴ്ചത്തെ മൊത്തം വൈദ്യുതി ഉപഭോഗം. വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യം കഴിഞ്ഞ ദിവസം 6013 മെഗാവാട്ടിലെത്തി. റിനു ശ്രീധറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. റിനു, ഈ നിലയിൽ ചൂട് കനക്കുമ്പോൾ വൈദ്യുതി ഉപയോഗവും ആ നിലയിൽ കൂടുതൽ റെക്കോർഡുകൾ ഭേദിക്കുകയാണ്. നിലവിൽ KSEBിയുടെ ഭാഗത്തു നിന്ന് ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്? അമൽ, പ്രവിധ, ഗുഡ് മോർണിംഗ്. എന്തായാലും സംസ്ഥാനത്ത് കനത്ത ചൂടാണ്. നമുക്കറിയാം, വിവിധ ജില്ലകളിൽ ഏകദേശം 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ചൂട് കനത്തതോടുകൂടി വൈദ്യുതി ഉപയോഗവും വർദ്ധിച്ചിട്ടുണ്ട്. നിലവിൽ ഈ ഗ്യാസിനൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഉപകരണങ്ങളും വീടുകളിൽ കൂടുതലായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. വീടുകളിലും അതുപോലെ തന്നെ സ്ഥാപനങ്ങളിലും ഇതെല്ലാം തന്നെ വൈദ്യുതി ഉപയോഗം വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി സാഹചര്യം ഒരുക്കി എന്നുള്ളതാണ്. 116.1 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് കഴിഞ്ഞ ദിവസം ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കണക്ക്. വൈദ്യുതി വകുപ്പ് നൽകുന്ന കണക്ക്. അതിൽ വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യം 6013 മെഗാവാട്ടിലെത്തി എന്നുള്ള ഒരു അറിയിപ്പും ലഭിക്കുന്നുണ്ട്. ഈ വൈകുന്നേരത്തെ വൈദ്യുതി ഉപയോഗം 6300 മെഗാവാട്ട് വരെ എത്തിക്കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുമെന്നുള്ളതാണ്. ഈ 6300 മെഗാവാട്ട് വരെ മാത്രമാണ് KSEBിക്ക് ഒരു സംഭരണ ശേഷിയുള്ളത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും നിലവിൽ ഒരു ലോഡ് ഷെഡിങ്ങിലേക്കൊന്നും പോയിട്ടില്ല. പക്ഷേ ഈ 6300ലേക്ക് എത്തിക്കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള നിയന്ത്രണത്തിലേക്ക് വൈദ്യുതി വകുപ്പിന് പോകേണ്ടി വരും. 10 മുതൽ 15 മിനിറ്റ് വരെ ഒരു വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ ഈ വൈദ്യുതി അമിതമായി ഈടാക്കുന്നത് കൊണ്ട് തന്നെ ട്രാൻസ്ഫോർമറുകളൊക്കെ തന്നെ കത്തി നശിക്കുന്ന ഒരു സാഹചര്യം പ്രാദേശിക മേഖലകളിൽ അടക്കം ഉണ്ട്. അതിൽ താങ്ങാതെ വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ തന്നെ അതിവേഗം തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഇടപെടലും നടത്തുന്നുണ്ട്. ഏതായാലും വൈദ്യുതി വകുപ്പ് നിലവിൽ നിയന്ത്രണങ്ങളൊന്നും അല്ലെങ്കിൽ ലോഡ് ഷെഡിംഗ് ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങളൊന്നും ഉൾപ്പെടുത്തുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും വടക്കൻ കേരളത്തിലാണ് അമിതമായിട്ടുള്ള വൈദ്യുതി ഉപയോഗം ഉള്ളത് എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ വടക്കൻ കേരളത്തിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരും എന്നുള്ളതാണ് വൈദ്യുതി വകുപ്പിൽ നിന്ന് അറിയിക്കുന്നത്. പക്ഷേ ഈ നിയന്ത്രണങ്ങളൊക്കെ തന്നെ വരുന്നത് ഈ വൈകുന്നേരത്തെ വൈദ്യുതി ഉപയോഗം 6300 മെഗാവാട്ടിൽ എത്തിയെങ്കിൽ മാത്രമേ, അതിന് തുച്ഛമായ മെഗാവാട്ട് മാത്രമേ ഉള്ളൂ. 6013 വരെ എത്തിക്കഴിഞ്ഞു. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് 6300ലേക്ക് എത്തും. അങ്ങനെയാണെങ്കിൽ പ്രതിസന്ധി രൂക്ഷമാകുമെന്നുള്ളതാണ് KSEB അറിയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.